മൃതദേഹത്തിൽ പുഴുവരിക്കുന്ന അവസ്ഥ ശരിക്കും എപ്പോഴും ഉണ്ടാവുക? അതും ഞാൻ പറയാം, വായു സഞ്ചാരം, പ്രകാശ സഞ്ചാരം എന്നിവ ഇല്ലാത്ത ഒരു മൃതദേഹമാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂര് ഒരു ലോഡ്ജിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം പഴക്കമുള്ളൂ, പുഴു വരിച്ച കിടന്ന. ഒരു ദിവസം കൊണ്ട് പുഴുവരിക്കും. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ മനുഷ്യന്റെ ശരീരത്തിൽ അമിതമായ ഡ്രഗ് ഉപയോഗം ഉണ്ടായിരുന്നു. പല അവസ്ഥയിലും ഞാൻ പറയാൻ പാടില്ല, ഡ്രഗ് എന്ന് പറയാൻ പാടില്ലെങ്കിലും വാർത്തയിലൊക്കെ ഉണ്ടായിരുന്ന മരണപ്പെട്ട് ഉണ്ടായിരുന്ന. അപ്പൊ പല രോഗങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പോരത്തിന് അദ്ദേഹം മൃതദേഹം മരിച്ചു കിടന്ന മുറി വായു സഞ്ചാരം ഇല്ലാത്തതും പ്രകാശ സഞ്ചാരം ഇല്ലാത്തതാണ്. അമിതമായ ചൂട് മൃതദേഹത്തിൽ നിന്നും കോശങ്ങളെല്ലാം പെട്ടെന്ന് മരണപ്പെടുകയും രക്താണുക്കളും ചുവന്ന രക്താണുക്കൾ ചെയ്യാൻ തുടങ്ങുകയും പെട്ടെന്ന് ചീർന്ന് തൊലി, അതായത് നമ്മുടെ ശരീരം സ്കിൻ ജീർണിച്ച് അഴുകി വീർത്ത്, പെട്ടെന്ന് തന്നെ ജീർണിച്ച് അഴുകി വീർത്ത്. ഈച്ചകളുടെ പ്രവാഹം ഇല്ലാത്തതുകൊണ്ട് ഈച്ച അതിന് മറ്റും ഈച്ചകൾ പൊട്ടിയിടാതെ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിൽ നിന്നും അഴുകി മാറുന്ന, തലച്ചോറ് അഴുകി പെട്ടെന്ന് അഴുകാൻ സാധിച്ച പുഴുവാണ് തലച്ചോറിൽ വന്നത്. പുഴു വലിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഒറ്റ ദിവസം. അപ്പോൾ അത് മുതൽ 2-ാം ദിവസം ശരിക്കും നോർമലാണ്. 2-ാം ദിവസം കഴിഞ്ഞാൽ പുഴു മുട്ടയിട്ടിട്ടുണ്ടാവും. 2 ദിവസം മുട്ടയിട്ടുണ്ടാവും. 3-ാം ദിവസം വിരിയാൻ തുടങ്ങും, പുഴു വിരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പുഴുവാണ് ഉണ്ട്.